നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആ വലിയ ദിവസം ഒടുവിലെത്തി. ക്ലബിന് എല്ലാ അർത്ഥത്തിലും ഇതൊരു വിജയമാണ്. കൺഗ്രാജുലേഷൻസ് PSG. ഇത് കുറിക്കുന്നത് ആരാണെന്നറിയാവോ? കിലിയൻ എംബാപ്പയാണ്. PSG അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് കിലിയൻ എംബാപ്പയുടെ പോസ്റ്റ്. എംബാപ്പയുടെ അവസ്ഥ. എംബാപ്പെ നോക്കുക, റയൽ മാഡ്രിഡിൽ അദ്ദേഹത്തിന് ഓഫർ ഉണ്ടായിരുന്നു 2022. പക്ഷേ അദ്ദേഹം ഇല്ല, PSG തന്നെ തുടരുകയായിരുന്നു. ആ ഓഫർ വേണ്ടെന്ന് വെച്ച് റയൽ 2024 കിരീടത്തിലേക്ക് പോയി. അങ്ങനെ റയൽ കിരീടമൊക്കെ ചൂടിയതിന് ശേഷം ആ സമ്മറിൽ എംബാപ്പെ PSG വിട്ടിട്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി. അപ്പോൾ എന്ത് സംഭവിച്ചു? റയൽ മാഡ്രിഡ് UCL ക്വാർട്ടർ ഫൈനലിൽ പൊട്ടി. PSG ആവട്ടെ കിരീടം ചൂടുകയും ചെയ്തു. വല്ലാത്തൊരവസ്ഥയാണ്. ഇതുപോലൊരവസ്ഥ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു മുഖമുണ്ട്. അതെ, മൈക്കൽ ഓവൻ്റെ മുഖം. 2004-2005 സീസണിൽ അദ്ദേഹം ലിവർപൂൾ വിട്ടിട്ട് റയൽ മാഡ്രിഡിലേക്ക് അങ്ങ് ചേക്കേറി. എന്തിനാ? ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാൻ. എന്താ സംഭവിച്ചത്? ആ സീസണിൽ ലിവർപൂൾ അങ്ങ് ചാമ്പ്യൻസ് ലീഗ് നേടി. പിന്നീട് ഒരിക്കൽ പോലും മൈക്കൽ ഓവന് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് അതേ ഒരവസ്ഥയാണ് ഇപ്പോൾ എംബാപ്പയ്ക്ക്. പക്ഷേ എംബാപ്പയ്ക്ക് മുന്നിൽ ഇനിയും അവസരങ്ങളും സമയവും ഒക്കെ ഉണ്ട്. ഒടുവിൽ അദ്ദേഹം ആ കിരീടത്തിലേക്ക് എന്തെങ്കിലും എത്തുമായിരിക്കും. എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ എംബാപ്പെ മാത്രമല്ല, നെയ്മർ ജൂനിയറും PSG വിജയത്തിലെ അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ PSG കിരീടധാരണത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കൺഗ്രാജുലേഷൻസ് PSG എന്ന് നെയ്മറും കുറിക്കുന്നു. ഒരു ഘട്ടത്തിൽ നെയ്മറുടെ മായാജാലത്തിൻ്റെ മികവിൽ അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ വരെ എത്തിയതായിരുന്നു. അന്ന് ഒറ്റ ഗോൾ മാർജിനിൽ ബയൺ മ്യൂണിക്കിനോട് തോറ്റവർ പുറത്തു പോയപ്പോൾ ആ UCL കിരീടത്തിനരികിലൂടെ നെയ്മർ ജൂനിയർ നടന്നു പോകുന്നൊരു ചിത്രമുണ്ട്, ആരാധകരുടെ ഉള്ളിലെക്കുന്ന ചിത്രം. പക്ഷേ PSG ഒടുവിൽ ആ കിരീടത്തിൽ ഇതാ മുത്തമിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.